പുറപ്പാട് അധ്യായം 15. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. തങ്ങളുടെ രക്ഷയെ പ്രതി ജനത്തിന്റെ സ്തുതിഗീതം. അപ്പോൾ മോശയും ഇസ്രായേൽ മക്കളും ഈ സ്തുതിഗീതം ചൊല്ലി കർത്താവിനെ സ്തുതിച്ചു. മഹത്വമുള്ള കർത്താവിനെ ഞാൻ സ്തുതിക്കും. അശ്വങ്ങളുടെ മേൽ അവൻ മഹിമപ്പെട്ടു. അശ്വാരൂഢരെ കടലിൽ നിപതിപ്പിച്ചു. ദൈവമായ കർത്താവ് ശക്തനും സ്തുത്യനും. നമുക്ക് അവൻ രക്ഷകനായി തീർന്നു. ഇവൻ എൻ്റെ ദൈവം, ഇവനെ ഞാൻ സ്തുതിക്കും. എൻ്റെ പിതാവിൻ ദൈവം, ഇവനെ ഞാൻ പുകഴ്ത്തും. കർത്താവ് പരാക്രമിയും യുദ്ധവീരനുമാകുന്നു. കർത്താവ് എന്നാകുന്നു അവന്റെ നാമം. ഫറവോന്റെ തേരുകളെയും സേനയെയും കടലിൽ അവൻ എറിഞ്ഞുകളഞ്ഞു. അവന്റെ വിശിഷ്ട പരാക്രമികൾ മുങ്ങിപ്പോയി. ചെങ്കടലിൽ ആഴങ്ങൾ അവരെ മൂടി. ആഴിയിലേക്ക് അവരിറങ്ങി. കല്ലുപോലെ അവർ മുങ്ങിപ്പോയി. ശക്തിയാൽ മഹിമയണിഞ്ഞ വലങ്കൈ, കർത്താവേ, നിന്റെ വലത്തെ കൈ നിന്റെ ശത്രുക്കളെ തകർത്ത് കളഞ്ഞു. നിന്റെ പ്രഭാവ ശക്തിയാൽ നീ വിദ്വേഷികളെ മറിച്ചിട്ടു. നീ നിന്റെ ക്രോധാഗ്നി അയച്ചു. താളടി പോലെ അത് അവരെ തിന്നു. നിന്റെ ശ്വാസത്താൽ വെള്ളങ്ങൾ കൂമ്പാരമായി കൂട്ടപ്പെട്ടു. കുന്നുപോലെ പ്രവാഹങ്ങൾ നിവർന്നു നിന്നു. സമുദ്ര ഹൃദയത്തിനുള്ളിൽ ആഴങ്ങൾ ഉറഞ്ഞുപോയി. ശത്രു ഇങ്ങനെ പറഞ്ഞു, പിന്തുടർന്ന് പിടിക്കും. ഞാൻ കൊള്ള പങ്കുവെക്കും. ഞാൻ എൻ്റെ വാളൂരും. ഞാൻ അവരെ ശൂന്യമാക്കും. നീ നിന്റെ കാറ്റു വീശിച്ചു. സമുദ്രം അവരെ മൂടി. ഈയം പോലെ അവർ പെരുവെള്ളത്തിൽ താണു. കർത്താവേ, നിന്നെ പോലെ ആരുണ്ട്? തന്റെ വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, ഭയങ്കരനും സ്തുത്യനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമേ, നിന്നെ പോലെ ആരുണ്ട്? നീ വലങ്കൈ ഉയർത്തി ഭൂമി അവരെ വിഴുങ്ങി. നീ രക്ഷിച്ച ഈ ജനത്തെ നിന്റെ കൃപയാൽ നീ നയിച്ചു. നിന്റെ ഭുജബലത്താൽ നിന്റെ വിശുദ്ധിയുടെ നിവാസത്തിലേക്ക് നീ അവരെ നയിച്ചു. ജാതികൾ കേട്ടു പരിഭ്രമിച്ചു. ഫെലിസ്ത്യ നിവാസികൾക്ക് ഭയമായി. അപ്പോൾ ഏദോമിന്റെ പ്രഭുക്കന്മാർ സംഭീതരായി. മോവാബിന്റെ പുരുഷന്മാർക്ക് വിറയൽ വന്നു. കനാനിൽ പാർക്കുന്നവരെല്ലാം ചിതറി. അവരുടെ മേൽ ഭയവും പരിഭ്രമവും പതിച്ചിരിക്കുന്നു. നിന്റെ ഭുജമഹത്വം അവർക്ക് മുദ്ര വയ്ക്കും. കർത്താവേ, നിന്റെ ജനം കടന്നു പോകുവോളം, നീ രക്ഷിച്ച ഈ ജനം കടന്നു പോകുവോളം അവർ കല്ലുപോലെ നിശ്ചലരായിരിക്കും. നീ അവരെ കൊണ്ടുവന്ന് നിന്റെ അവകാശ പർവ്വതത്തിൽ അവരെ നടും. കർത്താവേ, നിനക്ക് വസിക്കുവാൻ നിന്റെ കൈ ഒരുക്കിയ വിശുദ്ധ നിവാസത്തിൽ തന്നെ കർത്താവ് എന്നും എന്നേക്കും വാഴും. എന്തെന്നാൽ ഫറവോന്റെ കുതിരകളും രഥങ്ങളും അശ്വാരൂഢരും കടലിൽ പ്രവേശിച്ചപ്പോൾ കർത്താവ് കടലിലെ വെള്ളം അവരുടെ മേൽ മടങ്ങി വരുമാറാക്കി. എന്നാൽ ഇസ്രായേൽ മക്കൾ കടലിന്റെ ഉള്ളിൽ ഉണങ്ങിയ നിലത്തുകൂടെ നടന്നുപോയി. അഹരോന്റെ സഹോദരി മറിയ പ്രവാചകി തന്റെ കയ്യിൽ
തപ്പെടുത്തു. സ്ത്രീകളെല്ലാം തപ്പുകളും ചതുരത്തപ്പുകളുമായി അവളുടെ പിന്നാലെ തിരിച്ചു. മഹത്വവാനായ കർത്താവിനെ സ്തുതിപ്പിൻ, അവൻ അശ്വങ്ങളുടെ മേൽ മഹിമപ്പെട്ടു, അശ്വാരൂഢരെ കടലിൽ നിബദിപ്പിച്ചു എന്ന് മറിയാം അവർക്ക് പ്രതികാരം ചൊല്ലിക്കൊണ്ടിരുന്നു. മോശ ഇസ്രായേൽ ഗ്രഹത്തെ ചെങ്കടലിങ്കൽ നിന്ന് പുറപ്പെടുവിച്ചു. അവർ ശൂർ മരുഭൂമിയിലേക്ക് യാത്ര ചെയ്തു. അവർ മരുഭൂമിയിൽ 3 ദിവസത്തെ വഴി പോയി, എന്നാൽ വെള്ളം കണ്ടെത്തിയില്ല. അവർ മാറായിലെത്തി. മാറായിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല, കാരണം അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് മാറാ എന്ന് പേര് വിളിച്ചത്. ജനം മോശയ്ക്ക് നേരെ പിറുപിറുത്തു, ഞങ്ങൾ എന്തു കുടിക്കും എന്ന് ചോദിച്ചു. മോശ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് അവന് ഒരു മരക്കഷ്ണം കാണിച്ചു കൊടുത്തു. അത് വെള്ളത്തിൽ ഇട്ടു വെള്ളം മധുരിച്ചു. അവിടെ അവൻ ചട്ടവും പ്രമാണവും പഠിപ്പിക്കുകയും പരിശോധിക്കുകയും ചെയ്തു. നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് നീ തീർച്ചയായും അനുസരിക്കുകയും അവന് പ്രസാദകരമായത് പ്രവർത്തിക്കുകയും അവന്റെ കൽപ്പനകൾ ചെവിക്കൊള്ളുകയും അവന്റെ ഉടമ്പടികൾ പാലിക്കുകയും ചെയ്താൽ മിസ്രയീമ്യരുടെ മേൽ ഞാൻ വരുത്തിയ ബാധകളൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. എന്തെന്നാൽ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവ് ഞാനാകുന്നു എന്ന് അവൻ അരുളി ചെയ്തു. പിന്നെ അവർ എലീമിലെത്തി. അവിടെ 12 നീരുറവകളും 70 ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. അവിടെ വെള്ളത്തിനടുത്ത് അവർ പാളയമടിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറുകുമോർ.